بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه ومن اهتدى بهداه أما بعد. സൂറത്തുൽ അംബിയ 58 മുതൽ 61 വരെയുള്ള ആയത്തുകൾ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങൾ സൂചിപ്പിക്കാം. ഫജഅലഹും ജുദാദ, ഇതിൽ സക്നത്തായ മീമും ശേഷം ജീമും, ജഅലഹും എന്നതിലെ മീമ് ശേഷം ജുദാദൻ എന്നതിലെ ജീമും. ഇവിടെ മീമിന് ഇൽഹാർ ഷഫവി നൽകി മണിക്കാതെ വെളിവാക്കേണ്ടതാണ്. ഫജഅലഹും ജുദാദ, ജുദാദൻ ഇല്ല, ജുദാദൻ എന്നതിലെ തൻവീനിന് ഇൽഹാർ ഹൽക്കി നൽകി മണിക്കാതെ വെളിവാക്കണം. ഇല്ല കബീറൻ ലഅല്ലഹും, കബീറൻ ലഹും, ഇല്ല കബീറൻ ലഹും, തൻവീനും ശേഷം ലാമുമാണ്. കബീറൻ എന്നതിലെ തൻവീൻ, അതിനുശേഷം ലാമ്. ലാമിന് മുകളിൽ ഷദ് എഴുതിയിട്ടുണ്ടല്ലോ. ഇവിടെ തൻവീനിനെ പൂർണ്ണമായും ലാമിലേക്ക് ലയിപ്പിച്ച് ഷദ് നൽകി ലാമിനെ ഉച്ചരിക്കണം. കബീറൻ ലഹും, ലഹും ലഅല്ലഹും ഇലൈഹി, ആവർത്തിച്ച് സാക്കിനത്തായ മീമുകൾ വരുന്നു. എല്ലാം ഇൽഹാർ ഷഫവിയാണ്, മണിക്കാതെ വെളിവാക്കേണ്ടതാണ്. ലഹും ലഅല്ലഹും, ലഅല്ലഹും ഇലൈഹി, ഈ മീമുകളൊക്കെയും തന്നെ ഇൽഹാർ ചെയ്യുകയാണ് വേണ്ടത്, മണിക്കാതെ ഉച്ചരിക്കുക. യർജിഊൻ, ഇവിടെ നേരത്തെ കബീറൻ എന്നതിലെ റാഹ്, അതുപോലെ ഇവിടെ യർജിഊൻ എന്നതിലെ റാഹ്, ഇവ രണ്ടിനെയും തഫ്ഖീം ചെയ്ത് തടിപ്പിച്ച് സ്വരഭാരത്തോടെ ഉച്ചരിക്കണം. കബീറ റല്ലഹും, അതുപോലെ യർജിഊൻ, യർജിഊൻ. ഈ റായികളല്ലാത്ത മറ്റെല്ലാ അക്ഷരങ്ങളും ഈ വചനത്തിൽ ഇസ്തിഫാലിൻ്റെ ഹർഫുകളാണ്. തർക്കീഖ് ചെയ്തുകൊണ്ട് നേർപ്പിക്കുകയാണ് എല്ലാറ്റിനും എല്ലാ അക്ഷരങ്ങളെയും വേണ്ടത്. ഖാലു, ഇവിടെ ഖാഫിനും ദീർഘാക്ഷരമായ അലിഫിനും തഫ്ഖീം കൊടുക്കണം, തടിപ്പിച്ച് ഉച്ചരിക്കുക. ഖാലു ഖാലു, മൻ ഫഅല, സക്നത്തായ നൂൻ, അതിനുശേഷം ഫ, ഇഖ്ഫ ഹഖീഖി നൽകി മറച്ച് മണിക്കുക. മൻ ഫഅല ഹാദാ ബിആലിഹതിനാ, ബിആലിഹതിന, അവിടെ ബിയാലിഹതിന എന്ന് പലപ്പോഴും തെറ്റായിട്ട് ആളുകൾ പറയും. ബിയാൽ, എന്തിനാണ് അങ്ങനെ? സൂക്ഷിച്ചുകൊണ്ട് ഹംസ വ്യക്തമാക്കി ഉച്ചരിക്കണം. ഷിദ്ദത്തിൻ്റെ അക്ഷരം കൂടിയാണ് ഹംസ. ബിആലിഹതിന, ബിആലിഹതിന ഇന്ന, അവിടെ അലിഹതിന എന്നതിലെ അലിഫിൻ്റെ ദീർഘം മദ് മുൻഫസിൽ ജായിസാണ്. 4-5 ഹറക്കത്തിൻ്റെ അളവിൽ അലിഫിനെ ദീർഘിപ്പിക്കുക. ബിആലിഹതിനാ ഇന്നഹു ലമിനദ്ദാലിമീൻ, ഇന്നഹു, ഇതിലുള്ള ശദ്ദുള്ള നൂനിനെ മണിക്കണം, നൂൻ മുഷദ്ദദയെ മണിച്ചുകൊണ്ട് ഉച്ചരിക്കുക. ഇന്നഹു. അദ്ദാലിമീൻ എന്നതിൽ വാഇനും ദീർഘാക്ഷരമായ അലിഫിനും തഫ്ഖീം കൊടുക്കണം, തടിപ്പിച്ച് ഉച്ചരിക്കണം. ഖാലു എന്ന് പറഞ്ഞതുപോലെ ഖാഫിനും അലിഫിനും എന്ന് പറഞ്ഞതുപോലെ ഇവിടെ വാഇനും അലിഫിനും തഫ്ഖീമാണ്. ഇസ്തിഅലാഇൻ്റെ 7 അക്ഷരങ്ങളിൽപ്പെട്ടതാണ് ഖാഫും വാവുമെല്ലാം. ഖുസ്സ ദഗ്തിൻ ഖിദ് എന്ന 7 അക്ഷരങ്ങൾ, ഖാ സ്വാദ് ദ്വാദ് ഗൈൻ ത്വാ ഖാഫ് വാ, ഈ 7 ഹർഫുകളാണ് ഇസ്തിഅലാഇൻ്റെ ഹർഫുകൾ. ഇവക്ക് തഫ്ഖീമാണ് എപ്പോഴും. ഈ വചനത്തിൽ ഖാഫും അതിൻ്റെ അലിഫും വാഉം അതിൻ്റെ അലിഫും, ഇവ ഒഴിച്ച് മറ്റക്ഷരങ്ങൾക്കൊന്നും തഫ്ഖീമില്ല, എല്ലാം തർക്കീഖാണ്. ഹാദ, ഹാദ, അലിഫിൻ്റെ വ്യത്യാസം കണ്ടില്ലേ? ഖാലു, ഖാ എന്ന് പറഞ്ഞ അലിഫല്ല, ഹാദ എന്ന് പറയുമ്പോഴുള്ള അലിഫ്. ഒന്ന് തഫ്ഖീമിൻ്റേതാണ്, മറ്റേത് തർക്കീഖിൻ്റേതാണ്. വിപരീത സിഫത്തുകളുള്ള ശബ്ദങ്ങളാണ്, അക്ഷരങ്ങളാണ്. ഖാലു, വീണ്ടും ഖാഫിനും അലിഫിനും തഫ്ഖീം. സമിഅന, സമിഅന ഫതൻ യദ്കുറുഹും, ഫതൻ എന്നതിലെ തൻവീനിന് ഇദ്ഗാം ബിഗുന്ന നാഖിസ് നൽകിയ ഇലേക്ക് ലയിപ്പിച്ച് മണിക്കണം. ഫതൻ യദ്കുറുഹും, യദ്, അത് യസ് എന്ന് സായി പോരുത്. യദ്കുറുഹും,
യദ്കുറുഹും റായിന് തഫ്ഖീം കൊടുക്കണം. യദ്കുറുഹും യുഖാലു. ഇവിടെ സാക്കിനത്ത മീം ശേഷം യാ, മീമിനെ ഇദ്ഹാർ ഷഫവി നൽകി മണിക്കാതെ വെളിവാക്കണം. യദ്കുറുഹും യുഖാലു. യുഖാലു എന്ന് പറയുമ്പോൾ ഖാഫിനും അലിഫിനും തഫ്ഖീമാണ്. യുഖാലു ലഹു ഇബ്രാഹിം. ലഹു എന്നതിൽ മദ് മുൻഫസിൽ ജായിസിന്റെ ഹുക്മ് നൽകപ്പെടുന്ന മദ്ദുസ്സിലത്തിൽ കുബ്ര എന്ന ദീർഘമാണ് വാവിന് നൽകേണ്ടത്, അഥവാ ഹ ഉദ്ദമീറിനെ ദീർഘിപ്പിക്കേണ്ടത്. 4-5 ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘിപ്പിക്കുക. ലഹു ഇബ്രാഹിം. ഇബ്റാ എന്ന് പറയുമ്പോൾ റായിനും അലിഫിനും തഫ്ഖീമുണ്ട്. ബാഹിന്റെ സുക്കൂൻ ഖൽഖല സുഗ്റ നൽകി ഇബ് എന്ന് വ്യക്തമാക്കണം. ഇബ്രാഹിം. ഖാലു വീണ്ടും ഖാഫിനും അലിഫിനും തഫ്ഖീം കൊടുക്കുക. ഫഅ്തു എന്നാണ് പലപ്പോഴും ആളുകൾ തെറ്റിച്ച് പറയുക. ഫഅ്തു പറയരുത്, ഫഅ്തു. നേരത്തെ സൂചിപ്പിച്ചു, ഹംസ ഷിദ്ദ എന്ന സിഫത്ത് നൽകപ്പെടുന്ന അക്ഷരമാണ്. ഫഅ്തു ബിഹി അലാ അഅ്യുനിൻ നാസ്. അലാ എന്നതിലെ ദീർഘം മദ് മുൻഫസിൽ ജായിസാണ്. 4-5 ഹറക്കത്തിൻ്റെ അളവിൽ അലിഫിന് ദീർഘം നൽകുക. അഅ്യുനിൻ നാസി നൂൻ മുശദ്ദദായി മണിക്കണം. അന്നാസി. ലഅല്ലഹും യഷ്ഹദൂൻ. ലഅല്ലഹും എന്നതിൽ സാക്കിനത്ത മീമിനെ ഇദ്ഹാർ ഷഫവി നൽകി മണിക്കാതെ വെളിവാക്കണം. ലഅല്ലഹും യഷ്ഹദൂൻ. എല്ലാ ഹർഫുകളും വളരെ ക്ലിയറായി മഖ്റജിൽ നിന്ന് വ്യക്തമായി ഒഴിഞ്ഞുകൊണ്ട് ഉച്ചരിക്കുക, പാരായണം ചെയ്യുക. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. തഫ്ഖീമിൻ്റെ അക്ഷരങ്ങൾ താരതമ്യേന കുറവാണ്. ഇസ്തിഅലാൻ്റെ അക്ഷരങ്ങളും റാവും ഇവ ഒഴിച്ച് മറ്റക്ഷരങ്ങൾക്കൊന്നും തന്നെ തഫ്ഖീം വരാതെ ശ്രദ്ധിക്കണം എന്നതും പ്രത്യേകം നാം ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യമാണ്. ബാറക്കല്ലാഹു ഫീക്കും. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. فجعلهم جذاذا إلا كبيرا لهم لعلهم إليه يرجعون. قالوا من فعل هذا بآلهتنا إنه لمن الظالمين. قالوا سمعنا فتى يذكرهم يقال له إبراهيم. قالوا فأتوا به على أعين الناس لعلهم يشهدون.